അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യ ആകെ ഒരു യുദ്ധഭീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കിത്തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനിടയിൽ യുദ്ധവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ യാദൃശ്ചികമായി നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള AI പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ബഗ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു ക്ലൗഡ് ആന്ത്രോപിക് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ ടൂള് ഇന്നലെ AI ടൂള് ഇന്നലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 6 മണിക്കൂറോളം തടസ്സം നേരിട്ടതായിട്ട് 6 മണിക്കൂറിനോളം സാഹചര്യത്തിൽ ഈ ടൂള് വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇന്ന് രാവിലെ ഈ AI ടൂള് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ജസ്റ്റ് ജെമിനായി ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാരണം ഒന്ന് റിസർച്ച്, ഏതെങ്കിലും എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലത്തെ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജെമിനൈ കളക്ട് ചെയ്ത ഡാറ്റയിൽ ആദ്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡീപ്പ് റിസർച്ചിൻ്റെ ആൻസർ ഷീറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ മിഡിൽ ഈസ്റ്റിലുള്ള UAE-യിലെ ഒരു AWSൻ്റെ ആമസോണിൻ്റെ AWSൻ്റെ സെർവറിന് ഏറ്റിട്ടുള്ള എന്തോ ഒരു ഫയർ ഇൻസിഡൻറ്റ് എന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫയർ ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിസൈൽ അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ട് റിപ്പോർട്ട് വായന ഇങ്ങനെ അവസാനിപ്പിക്കാം. ഏകദേശം കാര്യത്തിലൊരു ആൻസർ കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ആ റിപ്പോർട്ടിലൊരു കാര്യം ശ്രദ്ധിച്ചത്. അപ്പം അത് മാത്രമല്ല അതിന് കാരണമായിട്ടുള്ളത് എന്ന രീതിയിൽ. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ട്രംപിൻ്റെ ഒരു വിഷയം, ട്രംപ് ഈ കമ്പനിക്ക് നേരെ, ആന്ത്രോപിക് കമ്പനിക്ക് നേരെ അമേരിക്ക സ്വാഭാവികമായി ശത്രു രാജ്യങ്ങൾക്ക് മുകളിൽ ആരോപിക്കാറുള്ള ഒരു റെഡ് ലൈൻ ഈ കമ്പനിക്ക് നേരെ പ്രഖ്യാപിച്ചു എന്ന്, ഒരു അമേരിക്കൻ കമ്പനിക്ക് നേരെ പ്രഖ്യാപിച്ചു എന്ന ഒരു കാരണം കൂടി അതിൻ്റെ റിപ്പോർട്ടിൽ കണ്ടപ്പോൾ തുടർന്ന് വായിച്ചു നോക്കിയപ്പോൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ, എന്നാൽ അതേപോലെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഈ AI-യെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മാറ്റിയ ഒരു ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. ഓപ്പൺ AI എന്ന കമ്പനിയുടെ ChatGPT എന്ന് പറയുന്ന ടൂള്. ഈ ടൂളിൻ്റെ പിന്നണി പ്രവർത്തകരിൽ നിന്ന് ChatGPT-യുടെ എത്തിക്കൽ സ്വഭാവത്തിനോട് യോജിക്കാത്തതിൻ്റെ പേരിൽ അത് മനുഷ്യനെ ഹാം ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരുപക്ഷെ ഈ AI-യെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ, അതിൻ്റെ ഇംപ്ലിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി എത്തിക്സ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ ഓപ്പൺ AI എന്ന കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന ആളുകളാണ് ആന്ത്രോപിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ആന്ത്രോപിക്കിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂമനൈസ്ഡ് തോട്ട് പ്രോസസ്സാണ് ഈ ആന്ത്രോപിക് പൊതുവെ കാണിക്കുന്നത് എന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ റീസെൻ്റ്ലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് AI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പം അതിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അത് ഡെയിലി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ വിചിത്രമായി, അതായത് മറ്റ് AI ടൂളുകളെക്കാൾ എത്രയോ ഹ്യൂമനൈസ്ഡ് ആണ് എന്ന് തോന്നും. മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ഒരു പ്രശ്നത്തെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇത് വലുതായിട്ടുണ്ട് എന്ന്, അതിൻ്റെ റീസണിങ് പവർ കൂടുതലാണ് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ
ഈ യുദ്ധവുമായി എന്താണ് ഇപ്പം ഇതിന് പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എന്നിങ്ങനെ പിന്നെ ഒരു കൗതുകത്തോടു കൂടെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ അതിൽ അമേരിക്ക ആദ്യമായി ശത്രു രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഈ ആന്ത്രോപിക്കിന് നേരെ പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ സർക്കാർ കരാറുകൾ റദ്ദാക്കി എന്നൊക്കെ പറയുന്നുള്ള വാർത്ത ഇങ്ങനെ പിന്നെ കൂടുതൽ വായിച്ചു നോക്കുമ്പോൾ അതിൽ പിന്നീട് പറയുന്നത് അതിന് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ ഇതിനെതിരെ പറയാനുള്ള ഈ കമ്പനിക്ക് നേരെ ഇങ്ങനെ റെഡ് ലൈൻ പ്രഖ്യാപിക്കാനുള്ള കാരണം, കരാറുകൾ റദ്ദാക്കാനുള്ള കാരണം എന്നൊക്കെ അതിൽ വിശദീകരിച്ച് പറയുമ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെയധികം ഞെട്ടിപ്പോകുന്നൊരു കാര്യം. അതായത് ഈ യുദ്ധ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലേക്ക്, യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലേക്കൊക്കെ നിരുപാധികം AI ടൂള്, ആന്ത്രോപിക്കിൻ്റെ ടൂള് വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ആ കമ്പനി നിരസിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പിന്നെ ഈ കരാറ് റദ്ദാക്കലും ഒരു ശത്രു രാജ്യത്തോട് കാണിക്കുന്ന ഒരു നിലപാട് ഈ കമ്പനിയുമായി, അമേരിക്കയിൽ തന്നെയുള്ള ഒരു കമ്പനിയുമായി, അതും മേജറായിട്ടുള്ള ഗൂഗിൾ പോലെയുള്ള കമ്പനികളോടൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട്, പിന്നെ ഇപ്പം ഗൂഗിൾ റീസെൻ്റ്ലി പുറത്തിറക്കിയിട്ടുള്ള കോഡിംഗ് ടൂളാണ് ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതിൽ മറ്റ് പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊന്നും തന്നെ ഗൂഗിളിൽ ഒരു AI അസിസ്റ്റൻസ് പോലും, ഈ ഗൂഗിളിൻ്റെ തന്നെ ജെമിനൈ 3.1 അതേപോലെ പിന്നെ ഉള്ളത് ഈ ക്ലൗഡുമാണ്. ഈ 2 ടൂളുകൾ മാത്രമേ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അത്രയും ഗൂഗിൾ പിന്നെ ബിലീവ് ചെയ്യുന്ന, ഗൂഗിള് ടൈപ്പ് ആകാൻ പിന്നെ സാധ്യതയുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കമ്പനിയുടെ ഒരു പിന്നെ വർത്ത് എത്രമാത്രം ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് നേരെ ഒരു റെഡ് ലൈൻ പ്രഖ്യാപിക്കുക, അപ്പോൾ അതിന് കാരണം എന്താണ് എന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ പിന്നെ യുദ്ധമുഖത്ത് രാവും പകലും ഇല്ലാതെ മനുഷ്യനേക്കാൾ ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രശ്നങ്ങളെ ഓരോ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള ഈ സോഫ്റ്റ് വിഭാഗത്തിൽ പെടുന്ന പിന്നെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, സെക്കൻഡുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, മിനിറ്റുകൾ കൊണ്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ തീർക്കാൻ കഴിയുന്ന ഈ മോഡലിനെ ഉപയോഗിക്കാൻ നിരുപാധികം വിട്ടുതരണമെന്ന ആവശ്യം ഈ കമ്പനി നിരസിച്ചു എന്ന് കാണാം. അപ്പം ഇന്ന് അത് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും ആശങ്കപ്പെടുകയാണ്, എന്തുകൊണ്ടായിരിക്കും ആ ആവശ്യം അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ. അതായത് ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്കൂറോളം ആ കമ്പനിയുടെ ടൂള് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹ്യൂജ് ലോസ് ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അവർ അതിന് വിട്ടുകൊടുക്കേണ്ടി വന്നോ, പിന്നെ എങ്ങനെയാണത് സോൾവ് ആയത്, ഇന്നിപ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇനിയുള്ള കാലത്ത്, ഇനിയുള്ള പിന്നെ മുന്നോട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ നാൾവഴികളിലൊക്കെ ഇതുപോലെയുള്ള AI ടൂളുകളുടെ ഉപയോഗവും അത് ഉണ്ടാക്കിയേക്കാവുന്ന ആയുധങ്ങളുടെ വളർച്ചയും അതുപോലെ തന്ത്രപ്രധാനമായ സോഫ്റ്റ് വിഭാഗങ്ങളിലൊക്കെ, സോഫ്റ്റ്വെയറുകളിലൊക്കെ യുദ്ധത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ ടൂളുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്, എന്ന് നമ്മൾ തിരിച്ചറിയാണ്. അപ്പം ഞാൻ ഈ വിഷയവുമായി ഇതിന് പിന്നെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ AI ടൂളുകൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ തന്നെ അതിന് നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഉള്ളത്, ഇത്തരം ടൂളുകളൊക്കെ കൈവശപ്പെടുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഭരണാധികാരികളും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ഇപ്പം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ വലിയ ശത്രുത ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ, അതായത് വളരെ തന്ത്രപരമായി കരുക്കൾ നീക്കിക്കൊണ്ട് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സമാധാനമായ ഒരു അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർത്തെറിയുന്ന രൂപത്തിൽ ഇന്ന് ഇറാൻ കൈവച്ചിട്ടുള്ള ഇറാൻ ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭാഗമായി ബോംബ് വർഷിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നോക്കിയാൽ അമേരിക്കയെ യാതൊരു തരത്തിലും ബാധിക്കാത്ത, എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള അമേരിക്കക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഈ യുദ്ധം കൊണ്ട് സംഭവിക്കില്ല. പക്ഷേ ഇതിന് പറയുന്ന കാരണം പിന്നെ
ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാനിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിലൊക്കെ അവർ പറയുന്ന ഒരുപാട് കാരണങ്ങൾ, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? റീസെൻ്റ്ലി ആണ് സൗദിയും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ ഊഷ്മളമായ രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടത്. അത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ശത്രു, അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ഒരു ശത്രുവായിട്ട് നമ്മൾ കാണേണ്ട ഒരു രാജ്യം, അതിങ്ങനെ, കാരണം അതിൻ്റെ നിലപാടുകൾ, ഈ സൗദി ഇറാൻ ബന്ധം ഊഷ്മളമാകുമ്പോൾ അതിൽ അസ്വസ്ഥമായിട്ടുള്ള ഏക രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക ആയിരിക്കും. അപ്പോൾ യാതൊരു കാരണങ്ങളും ഇല്ലാതെ ന്യായീകരിക്കാൻ, മുമ്പ് ഇറാഖ് തകർക്കാൻ എന്തൊക്കെ കാരണങ്ങളാണോ പറഞ്ഞിരുന്നത്, പിന്നീട് ആ ഇത്തരം ആയുധങ്ങളൊന്നും അവിടെ നിന്ന് കണ്ടെടുക്കാതെ ശിഥിലമായി പോയ ഒരു രാജ്യത്തിൻ്റെ കഥ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ഇന്ന് ഇറാൻ ആക്രമിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി, അതിൻ്റെ ഏറ്റവും പരമോന്നതനായ നേതാവ് കൊല്ലപ്പെട്ടു, ഈ പരിശുദ്ധമായ റമദാനിൽ ഷഹാദത്ത് സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും ഈ തരത്തിൽ പൂർണ്ണമായും ഒരു ന്യായീകരണത്തിനും വകുപ്പില്ലാത്ത രൂപത്തിലുള്ള ഈ യുദ്ധക്കൊതിയൻ അമേരിക്ക, അതിൻ്റെ കയ്യിലാണ് ഇത്തരം വളരെ 24 hour ഈ AI ടൂളുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഒരു 8 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഈ സാധനം 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതാണെങ്കിലോ നിരുപാധികം വിട്ടുകൊടുക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വാർത്ത തന്നെ അതിനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഇപ്പോൾ UAE-യിലൊരു ഫയർ സംഭവിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഡാറ്റാ സെൻറ്ററിന് നേരിട്ട ഫയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തന്നെ വാർത്തയാവും. അതേ സമയത്ത് അങ്ങനെ വാർത്തകളിൽ എവിടെയും ഒരു ഫയർ ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല, വാർത്ത നമ്മളെവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും പിന്നെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അമേരിക്കൻ കമ്പനിയുടെ ഡാറ്റാ സെൻറ്ററിനെ സ്വാഭാവികമായും ഇറാൻ ലക്ഷ്യം വെച്ചു, അത് ലക്ഷ്യം കണ്ടു എന്ന് നമുക്ക് കോമൺ സെൻസോട് കൂടെ തന്നെ ചിന്തിച്ചാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. പക്ഷെ വാർത്തയിൽ എവിടെയും അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ സംഭവം പറഞ്ഞിട്ടില്ല, യാതൊരു സ്ഥിരീകരണവുമില്ല. പക്ഷെ നമ്മൾ കോമൺ സെൻസാണ്, ഒരു പക്ഷെ അതന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാം. നമ്മുടെ ഊഹങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ആവശ്യമില്ല, ആ ഊഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അയച്ചു നോക്കുക, അത്രയും സെൻസ് ചെയ്തുകൊണ്ടാണ് ആ വാർത്തകളെപ്പോലും ഈ ടൂളുകൾ നമുക്ക് തരുന്നത് എങ്കിൽ ഈ ഒരു നിരുപാധികം ഇത്തരം ഒരു കണ്ടീഷനുകളും ഇല്ലാതെ, ഇപ്പോൾ ഹൗ ടു മേക്ക് ബോംബ് എന്ന് സെർച്ച് ചെയ്താൽ സ്വാഭാവികമായും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള വാക്കുകളാണ് എന്ന് നമുക്ക് കണ്ടാൽ അറിയാം. അതേ സമയത്ത് ഈ അത്തരം കാര്യങ്ങളൊക്കെ വളരെ അതിൻ്റെ ടൂളുകൾ വളരെ സൊഫിസ്റ്റിക്കേറ്റായി അത്തരം ചോദ്യങ്ങളെ എത്ര ട്രിക്കി പരമായിട്ട് അതിനോട് ചോദിച്ചാലും അതിനുള്ള ആൻസറുകളൊന്നും കൊടുക്കാതെ ഈ AI ടൂളുകളെ തടഞ്ഞു വെക്കാനുള്ള സിസ്റ്റം അതിൻ്റെ ഉള്ളിലുണ്ട്. ആളുകളെ ദുരുപയോഗം ചെയ്യാൻ ഈ ടൂളുകളുടെ അസാധാരണമായ ബുദ്ധിശക്തിയെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിന് സേഫ്റ്റി കൂടുതൽ ഉറപ്പുവരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അൽഗോരിതംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ വിട്ടുകൊടുക്കണം എന്നതാണ് ട്രംപ് ആവശ്യപ്പെട്ടത് എന്നതും അത് നിരസിച്ചപ്പോഴാണ് ഇതിന് ശത്രുരാജ്യങ്ങൾക്ക് മുകളിൽ പ്രഖ്യാപിക്കുന്ന സെക്യൂരിറ്റി ആരോപണങ്ങൾ ഈ കമ്പനിക്ക് നേരെ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാന അന്തരീക്ഷം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നല്ല, നമുക്കൊന്നും ചെയ്യാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ, കുടില തന്ത്രങ്ങൾ അല്ലാഹു തകർക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.